നമ്മൾ ആദ്യത്തെ വീഡിയോ ആദ്യത്തേതിൽ നമ്മൾ പരിചയപ്പെട്ടു സെറാമിക് പോട്ട്സുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫൈബർ പോട്ട്സ്, അതുപോലെ മെറ്റൽ പോട്ട്, പ്ലാസ്റ്റിക് പോട്ട്. ഈ 3 പോട്ടുകളാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് വേറെ കുറച്ച് പോട്ട്സുകളാണ്. നമ്മൾ ആദ്യത്തേതിൽ നമ്മൾ പരിചയപ്പെട്ടു സെറാമിക് പോട്ട്സുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫൈബർ പോട്ട്സ്, അതുപോലെ മെറ്റൽ പോട്ട്, പ്ലാസ്റ്റിക് പോട്ട്. ഈ 3 പോട്ടുകളാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഇത് സെറാമിക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എക്സ്പെൻസ് കുറവുള്ള പോട്ടുകളാണ് ഈ പോട്ടുകളെല്ലാം വരുന്നത്. ഫൈബർ ആണെങ്കിൽ സെറാമിക്കിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസ് കുറവാണ്. പ്ലാസ്റ്റിക് ആണെങ്കിൽ തീരെ എക്സ്പെൻസ് കുറവാണ്. മെറ്റൽ പോട്ട് അതിൻ്റെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നൊരു പോട്ടാണ് ഈ മെറ്റൽ പോട്ട് വരുന്നത്. ഇതിന് കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറയാം. ഇത് ഫൈബർ പോട്ടാണ്. ഈ ഫൈബർ പോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് സെറാമിക് പോലെ പൊട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരു കാലൊക്കെ തട്ടി ഈ പോട്ട് ജസ്റ്റ് ഒന്ന് മറിഞ്ഞു പോയാലും ഇതൊരിക്കലും പൊട്ടിപ്പോകത്തില്ല ഈ പോട്ട്. അതാണ് ഈ ഫൈബർ പോട്ടിൻ്റെ ഒരു ഗുണം വരുന്നത്. ഇതിൻ്റെ സെറാമിക് ഫിനിഷും വരുന്നുണ്ട്. സെറാമിക്കിൻ്റെ ഒരു ഫിനിഷും വരുന്നുണ്ട്. ഇത് ഡാമേജ് ആയി പോകുമോ പൊട്ടിയൊന്നും പോകുവാനുള്ളൊരു ചാൻസ് വളരെ കുറവുള്ളൊരു പോട്ടാണ്. പൊട്ടിപ്പോകത്തില്ല ഈ പോട്ട്. അതാണ് ഈ ഫൈബർ പോട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് മണ്ണിട്ട് സെറാമിക്കിലൊക്കെ ചെയ്യുന്ന പോലെയോ ഒക്കെ നമുക്ക് ഡയറക്റ്റ് മണ്ണിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്യാം. ഇൻഡോർ പ്ലാന്റ് സ്പോട്ട്സിന് ഓൾമോസ്റ്റ് എല്ലാത്തിനും നമുക്ക് ഹോള് ഉണ്ടായിരിക്കത്തില്ല. ഇപ്പം നമുക്ക് ഹോള് വേണമെന്നുണ്ടെങ്കിൽ ഹോൾ ഇടാം. അല്ലെങ്കിൽ പോട്ട് മിക്സറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം, ആ പ്ലാന്റിന് ആവശ്യമുള്ള വെള്ളം മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പോട്ടിൽ പ്ലാന്റിനെ നമുക്ക് വളർത്താവുന്നതാണ്. ഇനി പറയുന്നത് മെറ്റൽ പോട്ടാണ്. മെറ്റൽ പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പൊട്ടിപ്പോകത്തില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഡയറക്റ്റ് പ്ലാന്റ് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് നാൾ കഴിഞ്ഞാൽ ഇത് റെസ്റ്റ് ചെയ്യാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇതിനകത്ത് ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യാണ്ട് നമ്മുടെ നഴ്സറി പോട്ടിലുള്ള പ്ലാന്റുകളൊക്കെ ഇതിനകത്ത് ഇറക്കി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഇതേപോലെ ഇതൊരു നഴ്സറി പോട്ടിലെ പ്ലാന്റാണ്. ഇത് ജസ്റ്റ് പ്ലാന്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. ഇങ്ങനെ വെക്കുക. നമ്മളിപ്പോൾ ഇത് നനക്കുകയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി നനച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് ഇതിനകത്ത് വെക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടി നല്ല ഡ്യൂറബിലിറ്റി കിട്ടും പ്ലാന്റേഴ്സിന്. ശരിക്കും അകത്തുമൊക്കെ ഒരു ഫൈബർ കോട്ടിങ് ഉണ്ടെങ്കിലും മെറ്റൽ പോട്ട് ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യാൻ അത്ര സ്യൂട്ടബിൾ അല്ല. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പ്ലാസ്റ്റിക് പോട്ടാണ്. പ്ലാസ്റ്റിക് പോട്ടിന് പല ക്വാളിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു പ്ലാസ്റ്റിക് പോട്ടാണ്. ഇത് പൊട്ടിയൊന്നും പോകത്തില്ല, നമുക്ക് നെക്കിയാലും ഒന്നും പൊട്ടത്തില്ല. അതേപോലെ നമുക്ക് വളരെ ലോ ക്വാളിറ്റിയുള്ള റീസൈക്കിൾ പ്ലാസ്റ്റിക്കിലുള്ള പോട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ് പോട്ടുണ്ട്. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ എക്സ്പെൻസ് കുറവുള്ളതാണ്. നമുക്കൊരു 100 രൂപ 150 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ സൈസുള്ള പോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. 150 200 നല്ല സൈസുള്ള പോട്ട്സുകൾ നല്ല ക്വാളിറ്റിയിൽ, എന്നാൽ സെറാമിക്കിൻ്റെ ഒരു ലുക്കും ഉണ്ട്. സെറാമിക്കിൻ്റെ ഒരു ഫിനിഷ് ലുക്കാണ് ഇതിന് വരുന്നത്. ഒരു ഗ്ലോസി ഫിനിഷ്. ഇതിൻ്റെ പല കളേഴ്സ്, ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ഗ്രീന്, ഓറഞ്ച്, അങ്ങനെ പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതും പല സൈസിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ, സെറാമിക്കൊക്കെ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നുന്നവരാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കോ ഫൈബറോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇൻഡോറിൽ ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വാടിയ പ്ലാന്റ് അല്ലെങ്കിൽ കരിഞ്ഞു പോയ പ്ലാന്റുകളൊക്കെ എങ്ങനെ നമുക്ക് നന്നാക്കി എടുക്കാം, പ്ലാന്റ് അതിനെ സർവൈവ് ചെയ്യിപ്പിച്ച് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു വാടിയ ഒരു പ്ലാന്റാണ്. ഏകദേശം ഒരു 3-4 ദിവസമായിട്ട് വെള്ളം കിട്ടാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ മാക്സിമം പ്ലാന്റുകൾക്ക് യഥാസമയം കറക്റ്റായിട്ട് വെള്ളം കൊടുക്കാൻ നോക്കുക. അതിനെ കൊന്നു കളയാണ്ടിരിക്കാൻ നോക്കുക. കാരണം അതൊരു ജീവനുള്ള വസ്തുവാണല്ലോ. അപ്പോൾ നമ്മൾ അതിങ്ങനെ നല്ല കെയറിങ് കൊടുത്ത് വേണം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനെ നോക്കാനായിട്ട്. ഇപ്പോൾ ഇതൊരു വാടിയ പ്ലാന്റാണ്. ഇപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ എല്ലാ ലീഫും നമുക്ക് ഫ്രഷായിട്ട് വരണം എന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തീരെ ഭയങ്കരമായിട്ട് വാടിയ ലീഫുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിനൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് തീരെ മോശമായിട്ടുള്ള ലീഫുകളെല്ലാം നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റണം. കാരണം ഇത് ഈ പ്ലാന്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 8 ദിവസം 10 ദിവസമൊക്കെ ആയ പ്ലാന്റ് ആണെങ്കിൽ ശരിക്കും നല്ല കറുത്തി ഇലയെല്ലാം നല്ല മഞ്ഞ കളറിൽ വരും. വെള്ളം കുറഞ്ഞാലും കൂടിയാലും പ്ലാന്റ് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളം കൂടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഇതേപോലെ വാടി നിൽക്കും. പിന്നീട് മഞ്ഞ കളർ വന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മെയിനായിട്ടുള്ള ഭയങ്കരമായിട്ട് വാടിയ ലീഫുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതെല്ലാം ഓരോ ലീഫായിട്ട് നമ്മൾ നോക്കി തന്നെ കട്ട് ചെയ്യണം.
ഇതിപ്പോൾ നമുക്ക് ഏകദേശം അത്യാവശ്യം ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 4-5 ദിവസത്തെ വാട്ടമുള്ള കാരണം ഒത്തിരി ലീഫ് ഇതിൻ്റെ പോയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇനി വന്നിട്ട് മണ്ണൊക്കെ നല്ലപോലെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ മണ്ണൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. മണ്ണൊന്ന് ലൂസാകാൻ വേണ്ടി പതിയെ മണ്ണ് ഇളക്കി കൊടുക്കുക. ഇതേപോലെ പോട്ടിനകത്ത് വെച്ച് തന്നെ ഇളക്കിയാൽ മതി. പിന്നെ പതിയെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് ഈ പ്ലാന്റ് ഇടുന്നത്. കുറച്ച് ചാണകപ്പൊടി ഒന്ന് ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുത്തേക്കുക. ഇതേപോലെ ചുറ്റിനും കുറച്ച് ചാണകപ്പൊടിയോ ഏതെങ്കിലും ഫിൽറ്റർ, നമ്മുടെ പൊട്ടി മിക്സർ ആണെങ്കിൽ പൊട്ടി മിക്സർ ആയാലും മതി, എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തേക്കുക. അതിന് ശേഷം കൈ കൊണ്ട് ഈ മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നന്നായിട്ട് ഈ പ്ലാന്റിൻ്റെ വേര് ഫുൾ ഉൾപ്പെടെ, അതായത് മേളിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ലീഫിൽ എത്താൻ പറ്റുമെങ്കിൽ അത്രയും രീതിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതിന് അടിയിൽ കൂടി വെള്ളം പോകുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. നമുക്ക് മാക്സിമം എന്തോരം നനക്കാവും അതേപോലെ നന്നായിട്ട് ഈ പ്ലാന്റ് നനച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഒരിക്കലും ഉടനെ തന്നെ ഇൻഡോറിൽ കീപ്പ് ചെയ്യരുത്. നമ്മൾ മരത്തണലിലോ അല്ലെങ്കിൽ ഷെയ്ഡിലേക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലോ, ഡയറക്റ്റ് സൺലൈറ്റ് ഈ പ്ലാന്റിന് കിട്ടാത്ത സ്ഥലങ്ങളിൽ വേണം ഈ പ്ലാന്റ് നമ്മൾ സൂക്ഷിക്കാനായിട്ട്. ഏറ്റവും നല്ലത് ഏതെങ്കിലും മരത്തിൻ്റെ തണലിലോ ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിലോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പ്ലാന്റ് പെട്ടെന്ന് സർവ് ചെയ്ത് വരും. നല്ലപോലെ നനച്ചതിന് ശേഷം ഈ വാടിയ പ്ലാന്റ് നമ്മൾ എല്ലാ ദിവസവും നനക്കണം. ഈ പുറത്ത് വെച്ച് വെള്ളം നല്ലപോലെ പോകുന്ന രീതിയിൽ എല്ലാ ദിവസവും ഒരു 4-5 ദിവസം അടുപ്പിച്ച് നനച്ചു കൊടുക്കുക. ഇങ്ങനെ നനക്കുമ്പോൾ ഈ വാടിയ പ്ലാന്റും അതേപോലെ തീരെ കരിഞ്ഞു പോയ പ്ലാന്റ് ആണെങ്കിലും പുതിയ ഷൂട്ട്സ് വരാനും ഈ പ്ലാന്റ് ലീഫൊക്കെ നന്നായിട്ട് ഫ്രഷായിട്ട് നല്ലപോലെ നിൽക്കാനും ഒക്കെ പ്ലാന്റ് നന്നായിട്ട് വരും. അപ്പോൾ തീരെ കരിഞ്ഞു പോയ പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ പുതിയ ഷൂട്ട്സ് മാക്സിമം ലീഫ് കട്ട് കളയുക, ബാക്കി പുതിയ ഷൂട്ട്സ് അതിൽ നിന്ന് വന്നുള്ളൂ നമുക്ക്. അപ്പോൾ ഇത്രയും നേരം നമ്മളെ ശ്രദ്ധിച്ചതിന് വളരെ നന്ദിയുണ്ട്. നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പ്ലാന്റ് ഹോമിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.plantahome.com എന്നാണ് വെബ്സൈറ്റ്. അതിൽ സെർച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. Thanks for watching. Please do subscribe to Small to Big channel by clicking the logo and press the bell icon to receive latest updates and episodes.